ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് CHF അഥവാ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെയിലിയർ ഓഫ് ദ വെൻട്രിക്കിൾസ്, അതാണ് ശരിക്കും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അണേബിൾ ടു പമ്പ്, ദ കണ്ടീഷൻ ഈസ് അണേബിൾ ടു പമ്പ് ദ ബ്ലഡ് ആഡിക്വേറ്റ്ലി ടു ദി ഹാർട്ട്. ഹാർട്ടിലേക്ക് നമുക്ക് ബ്ലഡ് ആഡിക്വേറ്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഫെയിലിയർ, അതാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഇത് ഒരു കണ്ടീഷനല്ല, ഇത് ശരിക്കും അതൊരു കോംപ്ലിക്കേഷനാണ്. മറ്റ് കാർഡിയാക് ഡിസോർഡേഴ്സ് ഉള്ളത് കൊണ്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. എന്നാൽ കാർഡിയാക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAD അതിനൊരു കാരണമാണ്, RH-D ഒരു കാരണമാണ്, CHD ഒരു കാരണമാണ്, കാർഡിയോമയോപ്പതി ഒരു കാരണമാണ്. അപ്പോൾ ഇതെല്ലാം കാരണങ്ങളാണ്. ഇതൊക്കെ ഈ കാരണങ്ങൾ മൂലം നമുക്ക് CHF ഉണ്ടാകാം. ഈ CHF ഒരു 3 തരത്തിലാണ് ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തത് അത് റൈറ്റ് സൈഡഡ് ആൻഡ് റൈറ്റ് സൈഡ് വെൻട്രിക്കിൾ ഫെയിലിയർ ആവാം, ലെഫ്റ്റ് സൈഡ് വെൻട്രിക്കിൾ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ ബൈ വെൻട്രിക്കുലർ ഫെയിലിയർ ആവാം. ഇതാണ് അതിന് പ്രധാനമായിട്ട് 3 തരത്തിലാണ് അതിൻ്റെ ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത്. കൺട്രാക്ഷൻ ലോസ്റ്റ് എപ്പോഴാണോ സംഭവിക്കുന്നത് അവിടെയാണ് നമുക്ക് ഫെയിലിയർ ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺലി റൈറ്റ് സൈഡഡ് ഫെയിലിയർ ആണ് ഉണ്ടാകാറുള്ളത് ദാൻ ലെഫ്റ്റ് സൈഡഡ് ഫെയിലിയർ ആണ് ഉണ്ടാകാറുള്ളത്. റൈറ്റ് സൈഡഡ് ഫെയിലിയർ ഉണ്ടാകുന്നത് വീനസ് കൺജഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് റൈറ്റ് സൈഡഡ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായും സിസ്റ്റമിക് സർക്കുലേഷനെയാണ് ബാധിക്കുന്നത്. ഈ സിസ്റ്റമിക് സർക്കുലേഷനിൽ വീനസ് കൺജഷൻ വരുമ്പോൾ മോർ എഡിമ ഈസ് നോട്ടഡ്. നമുക്ക് പൾമണറി എഡിമ, അങ്ങനെ എഡിമ വരുന്ന സമയങ്ങളിൽ എപ്പോഴും നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ് ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ CVP എപ്പോഴും ഇൻക്രീസ്ഡ് ആയിരിക്കും. CVPയുടെ നോർമൽ 3 to 8 mm of Hg ആയിരിക്കും. ബട്ട് ഇൻ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ ഓൾവേസ് CVP വിൽ ബി ഇൻ ഹയർ സൈഡ്. ദെൻ ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ, അതൊരു മേജർ സൈനാണ് ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ. അതുപോലെ അസൈറ്റിസ് ഉണ്ടാകാം, ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലി ഉണ്ടാകാം. ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലി മേ ലീഡ്സ് ടു ലിവർ സിറോസിസ്. ദെൻ നമുക്ക് അബ്നോർമൽ വെയ്റ്റ് ഗെയിൻ ഉണ്ടാകാം, പെഡലെഡിമ ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. ഇതാണ് പ്രധാനമായിട്ട് അതിന് വരുന്ന സിംറ്റംസ്.